ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഹാഫ് ഡേ ആണ്. വീഡിയോ ശരിക്കും കുറേ ദിവസമായിട്ടോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2 മാസമൊക്കെ ആവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെസ്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, കാരണം ഡെസ്കിൽ ആ ബുക്ക് വെച്ചിട്ടുള്ള ആ ഒരു ഓർഗനൈസറും പിന്നെ എൻ്റെ ബോട്ടിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങുന്നതിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. ശരിക്കും എൻ്റെ ഫോണിൽ ഇല്ലായിരുന്നു കേട്ടോ, വേറെ ഏതോ ഒരു മെമ്മറി കാർഡിലായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ എന്തെങ്കിലും ഇങ്ങനെയെല്ലാം നോക്കിയപ്പോഴാണ് എനിക്ക് വീഡിയോ കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തായാലും ഷൂട്ട് ചെയ്തതല്ലേ, അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എൻ്റെ മോർണിംഗ് റൂട്ടീൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെസ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാത്രി അങ്ങനെ വെച്ചത്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ചില ദിവസമൊക്കെ രാത്രി ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറുതെ എഴുതി വെക്കും. ഇപ്പോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ വീഡിയോൻ്റെ കാര്യമാണെങ്കിൽ അതോ, അല്ലെങ്കിൽ വെറുതെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് കോഡ്സൊക്കെ ഇങ്ങനെ നോട്ടിൽ എഴുതി വെക്കണ ഒരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ നീച്ച് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുക്കിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും എഴുതി അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും, ബുക്ക് എടുത്താൽ പിന്നെ ഓട്ടോമാറ്റിക് ഉറക്കം വരുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നലെ രാത്രി, അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതിൻ്റെ തലേ ദിവസം ഞാൻ അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് അങ്ങനെ ഡെസ്കിൽ തന്നെ വെച്ച് പോയി കിടന്നതാണ്. അതാണ് കേട്ടോ ഇത്രയും പേപ്പറും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെറുതെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കാണ്ടെങ്കിൽ നോക്കുകയൊക്കെയാണ് ചെയ്യണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ പഴയ വീഡിയോസ് ഉണ്ടാവില്ലേ, നമ്മൾ എഡിറ്റ് ചെയ്ത എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ നമ്മളെ വർക്കിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ പഴയ ഫോട്ടോസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇൻഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ ആദ്യത്തെ, അങ്ങനെ ആ ആദ്യത്തെ കുറച്ചൊരു 5-6 വീഡിയോസൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ എന്തോ ഫോണിൽ വെറുതെ ഗാലറിയിൽ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള 2 റെസിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാൻ വെറുതെ ഇങ്ങനെ എന്തോ കുക്ക് ചെയ്തപ്പോൾ എവിടെ ഇടാനൊന്നുമല്ല, ഞാൻ എവിടെ ഷെയർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ എനിക്ക് തന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എന്തോ കുക്ക് ചെയ്തപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാനൊരു മീൻകറി ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിങ്ങനെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തതേനു. ഇതിന് അതൊരു പഴയ മലയാളം സോങ്ങാണ് ഞാൻ വെച്ചിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട്. അതിപ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ല, മീൻസ് കേൾപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് അതൊക്കെ കണ്ടു. നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കാണാതായിട്ട് 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കത് തിരിച്ച് കിട്ടുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതേപോലെയാണ് കേട്ടോ എനിക്ക് ഈ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ. എന്താണെന്നറിയില്ല, ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എൻ്റെ പഴയ റീൽസും യൂട്യൂബിൽ എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണും. പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തീനെ എന്നുള്ളത് വലിയ ഓർമ്മയില്ല. അതുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഇതിപ്പോൾ ഞാനൊരു ബനാന ആപ്പിൾ ഓട്സ് സ്മൂത്തിയാണ് കേട്ടോ ചെയ്യണത്. ഓട്സ് ഞാൻ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 1 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ മതിയാവും. പിന്നെ ഒരു ആപ്പിളും ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആപ്പിൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്തിട്ടേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ കേട്ടോ. ഇനി വെറുതെ കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ എന്തൊക്കെയെങ്കിലും ആഡ് ചെയ്യാനാണെങ്കിലൊക്കെ ഞാൻ അതിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്തിട്ട് എടുക്കലുള്ളൂ. കാരണം എന്തൊക്കെ കെമിക്കൽസ് ഇട്ടിട്ട് വരുന്നതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എത്ര നമ്മൾ വാഷ് ചെയ്തു എന്ന് പറഞ്ഞാലും എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യലുള്ളത്. അങ്ങനെ ഞാൻ ആ ആപ്പിളും പഴമൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഇത് പാലിലാണ് സോക്ക് ചെയ്തിട്ടുള്ളത്, വെള്ളത്തിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പാലെടുത്തു എന്നുള്ളൂ. ഇനി അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിയ സീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് സ്മൂത്തി ആക്കി എടുക്കുകയാണ് ചെയ്യണത്.
അങ്ങനെ സ്മൂത്തിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ റൂമിൽ വന്നിട്ട് ഞാൻ വീണ്ടും ഫോണിൽ എന്തൊക്കെയോ നോക്കുകയാണ്. ഈ യൂട്യൂബിന് വീഡിയോസ് എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂം ചെയ്യണ കാര്യമാണ് കേട്ടോ. കുറേ നേരം വേണം. ആദ്യം ഒന്ന് റഫായിട്ട് എഡിറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്യും, എന്നിട്ട് എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും അവിടെ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അത് റീപ്ലേ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്യലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് അങ്ങനെ സമയം കിട്ടലില്ല എപ്പോഴും ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്, വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അങ്ങനെ ഫ്രീ ആകുമ്പോഴോ ചായ കുടിക്കുമ്പോഴൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കന്ന് വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ. ഈ മിനി പോളറോയിഡ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ എന്തോ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ 4 ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഷീറ്റായിട്ട് കീപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മിനി ആയിട്ട് കട്ട് ചെയ്യാനേ ഉള്ളൂ. ഈ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ചെയ്ത് ഇന്ന് തന്നെ പാക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കണേ. പിന്നെ ഞാനിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് മിഞ്ഞാന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരു ദിവസം എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. അന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞാൻ വന്നപ്പോഴത്തേന് ലേറ്റായി. പിന്നെ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര സ്ലോ ആയിട്ടേ അപ്ലോഡ് ആവുള്ളൂ, നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് എനിക്ക് അന്ന് ഇടാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ ഞാൻ ലോങ് വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ ഷൂട്ട് ചെയ്യും കൂടെ വേണ്ടേ. അപ്പോൾ ഡെയിലി വീഡിയോ എടുത്ത് ഡെയിലി അത് എഡിറ്റ് ചെയ്ത് ഇടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള കാര്യമാണ്. സോ ഞാനങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ വീഡിയോസിന് പൊതുവേ ലൈക്ക് ഭയങ്കര കുറവാണ്. എനിക്കിപ്പോൾ ഇൻസ്റ്റയിൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് തന്നെ എൻ്റെ വീഡിയോ കാണുകയാണെന്ന് പറഞ്ഞിട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തരലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തരലുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ആരും ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സബ്സ്ക്രൈബഡൊക്കെയാണ്, പക്ഷേ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മറന്നു പോണതാണോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം മതി. ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യണതിനനുസരിച്ച് യൂട്യൂബ് ബാക്കിയുള്ളവർക്ക് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ലൈക്ക് നോക്കിയിട്ടാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യലൊക്കെ. അപ്പോൾ ലൈക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിലും യൂട്യൂബ് റെക്കമെൻഡേഷനിൽ പോവില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയണത്. അങ്ങനെ ഇതാ മിനി പോളറോയിഡ്സിൻ്റെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ ബോക്സിലാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നേ ചെയ്തുകൊണ്ട് തന്നെ അന്ന് ഞാൻ ബോക്സിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോക്സൊക്കെ ഓൾറെഡി ചെയ്തതുണ്ടായിരുന്നു കേട്ടോ. അതിക്കൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഈ ഒരു പോളറോയിഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനേ ഉള്ളൂ. ഞാൻ ഈ ബോക്സ് പ്രൊവൈഡ് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓർഡർ നേരത്തെ അത്രയൊന്നും കിട്ടലുണ്ടാവില്ല എന്ന്. കാരണം ബോക്സിലുള്ള റീൽസാണ് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അത് കണ്ടിട്ടാണ് എൻക്വയറീസ് വരിക. സോ ബോക്സ് ഇല്ലയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർ ഓർഡർ ചെയ്യാതിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് ആൾക്കാർ മാത്രമേ ബോക്സ് വേണം എന്താ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കണുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ബോക്സ് ഇല്ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, പിക്സ് മാത്രം മതി എന്നാണ് പറയലുള്ളത്. ഇനിയിപ്പോൾ ഇപ്പം തന്നെ ജസ്റ്റ് ഇതൊന്ന് പാക്ക് ചെയ്തും കൂടെ വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് ബബിൾ റാപ്പർ യൂസ് ചെയ്ത് റാപ്പ് ചെയ്യുന്നുണ്ട്. ബോക്സിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലാണ് കേട്ടോ ശരിക്കും ബബിൾ റാപ്പർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരിക. മറ്റേ ഫോട്ടോസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത്ര വേണമെന്നില്ല. കാര്യം ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വെയിറ്റ് വന്നാൽ പെട്ടെന്ന് തന്നെ അത് ചതുങ്ങാനും അതായത് ചളുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പോളറോയിഡ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ബബിൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ടും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അഡ്രസ്സും കൂടെ എഴുതി ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തേക്കാന്നാണ്. അതുകൊണ്ട് തന്നെ അഡ്രസ്സൊക്കെ എഴുതി ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൊടുത്തേക്കാമല്ലോ. ഇനി ആ സമയത്ത് അഡ്രസ്സ് എഴുതാൻ നിൽക്കേണ്ടല്ലോ. അങ്ങനെ ഇതാ ഫ്രം അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 അഡ്രസ്സ് ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഫ്രം അഡ്രസ്സ് ഞാൻ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്ത ബാച്ചിലുള്ളതാണ് കേട്ടോ. അതിൽ ഞാൻ ആർട്ട് ഗോസിപ്സ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതിൽ ഞാൻ എൻ്റെ പേരും കൂടെ ഹസ്ന എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം പോസ്റ്റ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പേരും കൂടെ കൊടുക്കണം എന്നുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് റിട്ടേൺ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഞാൻ പ്രിൻ്റ് ചെയ്യണതിന് എൻ്റെ പേരും കൂടെ കൊടുക്കലുണ്ട്. അങ്ങനെ അതിൻ്റെ പാക്കിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. പിന്നെ ഞാൻ എന്താ റൂം ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം വരെ ബൈ.